ഹായ് കൂട്ടുകാരി നമസ്കാരം. +1 തുല്യത 2026 ജൂലൈയിൽ നടക്കുന്ന പൊളിറ്റിക്സ് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. മസ്റ്റായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിനകത്ത് സൂപ്പർ ചാറ്റും മെമ്പർഷിപ്പും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിക്കുക. മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക് മെമ്പേഴ്സ് ഉള്ളി വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതുകൂടി ഒന്ന് പരിഗണിക്കുക. പിന്നെ മസ്റ്റായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അയിത്ത നിർമ്മാർജ്ജനം അതായത് അൺടച്ചബിലിറ്റി നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? വകുപ്പ് ഏതാണെന്നാണ്. 18-ാം വകുപ്പാണ്, അതായത് ആർട്ടിക്കിൾ 18 ഓഫൻസ് ആക്ട് 1955. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അവകാശ പത്രിക എന്നാൽ എന്ത്? ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 1 മാർക്കിൻ്റെ തന്നെയാണ്, പക്ഷെ ഓപ്ഷൻ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശം അല്ലാത്തത് എന്ത്? A. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, B. സമത്വത്തിനുള്ള അവകാശം, C. സ്വത്തവകാശം, D. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആൻസർ വരുന്നത് C ആണ്, സ്വത്തവകാശം. ബാക്കിയെല്ലാം മൗലികാവകാശങ്ങളിൽ പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും സ്വീകരിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതി എന്താണ്? പരോക്ഷ രീതിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് മാതൃകയിലുള്ള രീതിയാണ് ലോകസഭ പ്രതിനിധിക്കുള്ള തിരഞ്ഞെടുക്കുന്നതിന് അവലംബിക്കുന്നത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്രാമത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പാണ് 2014 ഇന്ത്യയിൽ ലോകസഭയിലേക്ക് നടന്നത്? 16-ാമത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് HS ബ്രഹ്മ എന്നാണ്, അല്ല. നിലവിലെത്തത് രാജീവ് കുമാർ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗവൺമെൻറ്റിൻ്റെ തലവൻ ആരാണ്? പ്രധാനമന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കി വയ്ക്കേണ്ട ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം കേട്ടോ. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഇതൊരു 4 മാർക്സിനോ 5 മാർക്സിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇംപീച്ച്മെൻറ്റ്? ഇതും ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. പ്രസിഡൻറ്റിൻ്റെ പദവിയിൽ നിന്ന് പ്രസിഡൻറ്റിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ലോകസഭാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറാണ്. എന്നാൽ രാജ്യസഭാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകസഭയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? പ്രോട്ടം സ്പീക്കർ, അതായത് സഭയുടെ ഏറ്റവും മുതിർന്ന അംഗമാണ്. അടുത്തതായിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഏതെങ്കിലും ഒന്ന് വിട്ടിട്ടായിരിക്കും ചോദിക്കുക. സുപ്രീം കോടതി, ഹൈക്കോടതി, പിന്നെ അടുത്തൊരു ഡാഷ് തന്നിട്ട് അതിൻ്റെ താഴെയുള്ളത് കീഴ്ക്കോടതി. അപ്പോൾ സെൻറ്ററിൽ എഴുതാനായിട്ട് ചോദിക്കും. അപ്പം എഴുതുക സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതികൾ, കീഴ്ക്കോടതികൾ. അപ്പം ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്ന് കരുതുന്നു. അപ്പം സ്റ്റേ ട്യൂൺ ആൻഡ് ഫോളോ ഫോർ മോർ.